റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം 25% വർദ്ധിപ്പിക്കാനുള്ള നടപടി ആശ്വാസകരമാണെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിലെ വിലയിടിവ് മൂലം ഈ നടപടിയുടെ പ്രയോജനം ആഭ്യന്തര വിപണിക്ക് ഉണ്ടാകില്ലെന്നാണ് സൂചന. അതായത് ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുകയോ അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റോക്ക് വിറ്റഴിക്കുകയോ ചെയ്തു കഴിയുമ്പോൾ അവിടെ വിപണിയിൽ റബ്ബർ വില കുറയും. ആ കുറയുന്ന സമയത്ത് ഈ തീരുവ കൊടുത്തായാൽ പോലും ഇറക്കുമതി ചെയ്താൽ ലാഭകരമെങ്കിൽ നമ്മുടെ വ്യവസായികൾ തീർച്ചയായും ആ ഇറക്കുമതിയെ ആശ്രയിക്കും. ഇപ്പോഴത്തെ നിലയിൽ റബ്ബറിന് കിലോയ്ക്ക് 6 രൂപയുടെ വർധനയാണ് ഇറക്കുമതി ചെയ്യുമ്പോൾ ഉണ്ടാവുക. അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുന്ന സാഹചര്യത്തിൽ റബ്ബർ ഇറക്കുമതി കുറയാനുള്ള സാധ്യതയും വിരളമാണ്. ക്രൂഡ് ഓയിൽ വിലയിടിവ് മൂലം സിന്തറ്റിക് റബ്ബറിന്റെ ഇറക്കുമതിയും വർദ്ധിച്ചു. അന്താരാഷ്ട്ര വിപണിയിലെ ചാഞ്ചാട്ടം കർഷകരെ ബാധിക്കാതിരിക്കാൻ റബ്ബറിന് വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പരുത്തി കൃഷിക്ക് ഏർപ്പെടുത്തിയ വിലസ്ഥിരതാ ഫണ്ട് റബ്ബർ മേഖലയിലും നടപ്പിലാക്കിയാൽ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. റബ്ബർ ഇറക്കുമതി താൽക്കാലികമായി നിരോധിക്കണമെന്ന ആവശ്യം ഇൻഫാം അടക്കമുള്ള കർഷക സംഘടനകളും മുന്നോട്ട് വെക്കുന്നുണ്ട്. PL കിരൺ, മീഡിയ 1, കോട്ടയം.